രാവിലെ മുരിങ്ങയിലൊക്കെ പറിച്ചിട്ട് എന്താ പരിപാടി എന്നായിരിക്കും അല്ലേ? പറഞ്ഞുതരാവേ. മുരിങ്ങയില കിട്ടി, ബാക്കി കാര്യങ്ങളെല്ലാം കൂടെ കാണിച്ചു തരാം. ഇന്ന് നല്ല ഒരു അടിപൊളി ഒരു മരുന്നാ പറഞ്ഞു തരുന്നേ. വേദനയ്ക്കും നീർക്കെട്ടിനും നീരിനും ഒക്കെ പറ്റിയ എല്ലാവർക്കും പരീക്ഷിക്കാവുന്ന ഒരു സംഭവം. വാ കാണിച്ചു തരാം. വായോ വായോ. ഇന്നേ 3 സൈസ് ഇലയും പിടിച്ചിട്ടുള്ള ഒരു പരിപാടിയാ. നല്ല അടിപൊളി വേദനയ്ക്കും നീർക്കെട്ടിനും നീരിനും പറ്റിയ ഒരു മരുന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പം അങ്ങനെയുള്ള അസ്വസ്ഥതകളുള്ളവർ നിർബന്ധമായിട്ട് ഉണ്ടാക്കി നോക്കിക്കോ. നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം ഉണ്ടാവും. വേദനയ്ക്ക് മാറ്റം ഉണ്ടാവും, നീർക്കെട്ടിനും നീരിനും ഒക്കെ മാറ്റം ഉണ്ടാവും കേട്ടോ. ഇതാ ഒരു ആയുർവേദ വൈദ്യൻ പറഞ്ഞു തന്ന ഒരു മരുന്നാണ് ഇത്. കണ്ടോ, ഇതാണ് മുരിങ്ങ, എരിക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ 3ൻ്റെ ഔഷധ ഗുണങ്ങൾ നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. അപ്പം ഇതെങ്ങനെയാണെന്നും ഇതെങ്ങനെയാണ് കിഴി പിടിക്കുന്നതെന്നും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഇലയെല്ലാം നല്ലപോലെ ചുക്കിലിയൊക്കെ നോക്കി കൊണ്ടുവന്ന മുരിക്കിൻ്റെ ഇല കിട്ടാൻ മാത്രമേ ഇപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൂ. എന്നാലും ചില സ്ഥലങ്ങളിൽ ഇഷ്ടം പോലെ ഉണ്ട് താനും. അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള അസ്വസ്ഥതകളുള്ളവർ നിർബന്ധമായിട്ടും എവിടെന്നെങ്കിലും ഒപ്പിച്ചൊന്ന് ചെയ്തു നോക്കിയോ. അടിപൊളി ബലമാണ് കേട്ടോ. അപ്പം ഇത് ഞാനിപ്പോൾ സമാസമം എടുത്തേക്കുന്നത്. ഇപ്പോൾ ഈ ഒരേ അളവിൽ തന്നെ മുരിങ്ങയില ആണെങ്കിലും മുരിക്കിൻ്റെ ഇലയാണെങ്കിലും എരിക്കിൻ്റെ ഇലയാണെങ്കിലും ഒരേ അളവിലെടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്യുക. മുരിക്കിൻ്റെ ഇല അരിഞ്ഞു കഴിഞ്ഞു. പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ എന്തുമാത്രം ഉണ്ടായിരുന്നറിയാം, കൂടറിഞ്ഞ വീട്ടിലൊക്കെ. ഇപ്പാണ് കാണാത്തത്. എരിക്കിൻ്റെ ഇല എല്ലായിടത്തും ഉണ്ടാവും. അതിൽ 2 സൈസ് ഉണ്ട്, വെള്ളപ്പൂവുള്ളതും റോസ് പൂവുള്ളതും. അതിന് ഗുണമെല്ലാം ഒരുപോലെയാണെന്നാണ് ഞാൻ പലരോടും ചോദിച്ചിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് റോസ് പൂ ഉണ്ടാകുന്ന എരിക്കാണെങ്കിലും വെള്ളപ്പൂവിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല. തണ്ടങ്ങ് മാറ്റിയേക്കാവേ. ഇതും ഇതിൻ്റെ ഒപ്പം ചേർത്ത്. പുഴയിൽ നിന്നെടുത്ത കല്ലാണ്. പുഴയിൽ നിന്നെടുത്ത കല്ല് തന്നെ വേണം, ഒഴുക്ക് വെള്ളത്തിൽ കിടന്ന കല്ല് തന്നെ വേണം. ഇപ്പം പലർക്കും അത് കിട്ടാൻ വകുപ്പില്ലെങ്കിൽ എങ്ങനെയും ഒപ്പിക്കുക. ഇനിയിപ്പം വേതേലും കല്ല് മതിയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എന്നോട് പറഞ്ഞ വൈദ്യം പറഞ്ഞത് പുഴയിലെ ഒഴുക്ക് വെള്ളത്തിൽ കിടന്ന കല്ല് തന്നെ വേണമെന്ന്. അങ്ങനെ ഞാൻ പുഴയിൽ നിന്ന് എടുത്ത ഒരു കല്ലും കൈ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ എന്നാ ചെയ്യുന്നറിയോ? ഇതിനെ ശരിക്കും നന്നായിട്ട് ചൂടാക്കണം. ഇത് അടുപ്പിലിട്ടോ, നല്ല കനമുള്ള അടുപ്പിലിട്ടോ, അല്ലെങ്കിൽ അതില്ലെങ്കിൽ സ്റ്റൗവിൽ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ചൂടാക്കാം. ഈ കല്ല് അവിടെ ഇരുന്നൊന്ന് ചൂടായിക്കോട്ടെ. ചൂടാകുന്ന സമയത്ത് നമുക്കൊരു കിഴി കെട്ടണം. ത്യാഗം സഹിച്ച് ചെയ്താൽ മാത്രമേ ഇതിന് ഗുണം കിട്ടുള്ളൂ. ഈ ഒരു നാട്ടിൻപുറത്തും നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. ഈ കല്ലാണെങ്കിൽ ശരി, പുഴയുണ്ടല്ലോ. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തവരുടെ കാര്യം എനിക്കറിയില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് സംഘടിപ്പിക്കുക. ഇതെല്ലാം കൂടെ ഒരു തുണിയിൽ കിഴി കെട്ടാം. കെട്ടാറായിട്ടില്ലേ? കെട്ടാറായില്ല, ഇതിനെ ഒന്ന് ഒതുക്കിയതാ. ഇതിനകത്തോട്ടെ ഇനി ഈ ചുട്ടു പഴുത്ത കല്ലില്ലേ, ഈ കല്ല് അത്യാവശ്യം നല്ല ചൂടി തന്നെ ആയിരിക്കണം കേട്ടോ. അത് എടുത്ത് ഇതിനകത്ത് വെക്കണം. കല്ല് ഇതിൻ്റെ നടുക്കോട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ചൂടാവണേ. കിഴി കെട്ടാം. കിഴിയൊക്കെ കെട്ടിയേ. ഈ നല്ല ചുട്ടുപഴുത്ത കല്ലില്ലേ, ഈ കല്ല് ഈ ഇലയുമായിട്ട് ചേർന്ന് കഴിയുമ്പോൾ ഇലയിൽ നിന്ന് നീരിറങ്ങും കണ്ടോ. ഈ നീരിറങ്ങി കഴിയുമ്പോൾ ഇതാണ് അതിൻ്റെ
ഇതാണ് നമ്മൾ വേദന ഉള്ളിടത്ത് ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കേണ്ടത് കേട്ടോ. കിഴി പിടിക്കേണ്ടത് കണ്ടോ, അതിൻ്റെ നീര് കണ്ടോ, നമ്മുടെ കയ്യിലാവുന്ന കണ്ടോ, ഈ നീരാണ് നമ്മുടെ ഇറങ്ങേണ്ടത്. വേദന എവിടെയുണ്ടോ അവിടെ നമ്മളിങ്ങനെ കുത്തി കൊടുക്കുക. ഈ കല്ല് ചുട്ടുപഴുത്ത കല്ല് ഇതുമായിട്ട് അങ്ങോട്ട് സെറ്റാവുമ്പം ആ ഇലയെല്ലാം വാടി അതിനകത്തുനിന്ന് നീരിറങ്ങി, അതാണ് നമ്മുടെ വേദനയ്ക്കുള്ള ആശ്വാസം. ചെയ്തു നോക്കിക്കോ, കണ്ടോ നീരിറങ്ങുന്നുണ്ടോ, ചെയ്തു നോക്കിക്കോ. കല്ല് അത്രയും നന്നായിട്ട് ഒന്ന് പഴുക്കണം കേട്ടോ. എന്നിട്ട് ആ വേദനയുള്ളിടത്ത് നീർക്കെട്ടും നീരും ഉള്ളിടത്തെല്ലാം ഒന്ന് പിടിച്ചു കൊടുക്കണം ഇതുപോലെ. കണ്ടോ എവിടെയാണെന്ന് വെച്ചാൽ വേദനയുള്ള ഈ ഒരു കിഴി 3 പ്രാവശ്യം പിടിക്കാം എന്ന് പറഞ്ഞാൽ, ഇപ്പം രാവിലെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതഴിച്ചിട്ട് കല്ല് വീണ്ടും നല്ല പോലെ ചൂടാക്കി വീണ്ടും ഈ കിഴി വെച്ച് കെട്ടി, അങ്ങനെ ഈ ഒരു കിഴി 3 പ്രാവശ്യം പിടിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ നീരൊക്കെ പോകും കേട്ടോ. പിന്നെ പിറ്റേ ദിവസം ചെയ്യണമെങ്കിൽ വേറെ കിഴി കെട്ടണം. ഒരു 3 ദിവസം 4 ദിവസം നമ്മൾ ചെയ്തു നോക്കിക്കോ, വേദന പമ്പ കിടക്കും. നടുവേദനക്കാർക്കാണ് ഇത് സൂപ്പർ. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കുറേ കൂട്ടുകാർക്ക് നടുവേദന, നടു മിന്നിയത്, നടു വെട്ടിയതെന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയുള്ളവർക്ക്, കഴുത്ത് വേദന, അങ്ങനെയുള്ളവർക്കും ഒക്കെ നല്ല സൂപ്പറാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞു. പുഴയിൽ നിന്നുള്ള കല്ല് കിട്ടാൻ എന്തെങ്കിലും ഒരു മാർഗത്തിൽ നിങ്ങൾ നോക്കുക കേട്ടോ. വേറെ ഒരു നിവർത്തിയില്ല. വേറെ ഒരു കല്ലിനെ പറ്റിയും പറയുന്നില്ല, ഇത് തന്നെ വേണമെന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് വേറെ ഇനി കമൻറ്റിലൂടെ പുഴയുടെ കല്ല് തന്നെ വേണമെന്ന് ചോദിച്ചാൽ വേറെ രക്ഷയില്ല, അത് തന്നെ വേണം. എന്നാലേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഗുണം കിട്ടുള്ളൂ. ഇങ്ങനെ വേദനയ്ക്കുള്ള ഒരു മരുന്നായതുകൊണ്ട് തന്നെയാണ് ഇത്രയും വിശദമായിട്ട് തന്നെ പറഞ്ഞു തന്നത്. അപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം സംശയമുള്ളവരൊക്കെ ഒന്നും കൂടെ കറക്റ്റായിട്ട് മുഴുവൻ വീഡിയോ കണ്ടിട്ട് ചെയ്തു നോക്കൂ കേട്ടോ. അത്ര ഗുണമുള്ള സാധനമാണ്. അപ്പോൾ അതാ നോക്കിക്കേ, നല്ല അടിപൊളിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറ. നീർക്കെട്ടും നീരും ഒക്കെ മാറി വേദനയ്ക്ക് മാറ്റമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുകയോ കമൻറ്റ് ചെയ്യുകയോ ചെയ്യണം. അത്രയും അടിപൊളി ഒരു മരുന്നാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.